പ്യൂമ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഷൂസുകളിലൊന്നായ ഡീവിയേറ്റ് നൈട്രോൻ്റെ ലേറ്റസ്റ്റ് മോഡലായ ഡീവിയേറ്റ് നൈട്രോ 4 എലൈറ്റും ഡീവിയേറ്റ് നൈട്രോ 4ഉം ഇന്ന് ലോഞ്ചാക്കി. പക്ഷേ ഇത് പ്യൂമയുടെ ഡീവിയേറ്റ് നൈട്രോ 3 ആണ്. എൻ്റെ ആദ്യത്തെ റേസിംഗ് ഷൂവും ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോണ പ്യൂമ ഡീവിയേറ്റ് നൈട്രോ 3ൻ്റെ വിശേഷങ്ങളാണ്. എൻ്റെ കയ്യിലുള്ള ഈ ഡീവിയേറ്റ് നൈട്രോ 4 ലാപ്പിസ് ലസൂലി എന്ന് പറഞ്ഞൊരു കളർവേ ആണ്. ഇത് എടുത്ത സമയത്ത് 16K ആയിരുന്നു, പക്ഷേ സെയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കൊരു 14 കിട്ടി. ഇപ്പോൾ നിങ്ങൾ ഡീവിയേറ്റ് നൈട്രോ 3 സെർച്ച് ചെയ്യുകയാണെങ്കിൽ 11,999 കിട്ടും. കാരണം ഡീവിയേറ്റ് നൈട്രോ 4 ലോഞ്ച് ആയതുകൊണ്ടാണ് ഡീവിയേറ്റ് നൈട്രോ 3 ഇത്രയും ഒരു പ്രൈസ് ഡ്രോപ്പ് വന്നത്. ഡീവിയേറ്റ് നൈട്രോ 3 ബാക്കിയുള്ള ഷൂവിൽ നിന്ന് അല്ലെങ്കിൽ പ്യൂമയുടെ ഷൂവിൽ നിന്ന് ഡിഫറൻ്റ് ആവുന്നത് അതിൻ്റെ കാർബൺ പ്ലേറ്റ് കാരണമാണ്. ഈ കാണുന്ന പവർ പ്ലേറ്റ് എന്ന് പറയുന്നത് കാർബൺ പ്ലേറ്റ്. റണ്ണിങ് ഷൂസിൽ കാർബൺ പ്ലേറ്റ് എന്താണെന്നുള്ളവർക്ക് അറിയാനായിട്ട് ഞാൻ പറഞ്ഞുതരാം. ബേസിക്കലി നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ എനർജി റിട്ടേൺ കിട്ടും. കാർബൺ പ്ലേറ്റ് ഷൂസ് കമ്പാരിറ്റീവ്ലി നല്ല എക്സ്പെൻസീവ്. എല്ലാ ബ്രാൻഡിനും അവരുടെ ടോപ്പ് ഓഫ് ദ ലൈൻ ഷൂസിൽ യൂഷ്വലി കാർബൺ പ്ലേറ്റ് വരാറുണ്ട്. ഈ കാർബൺ പ്ലേറ്റിനെ പറ്റി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി തന്നെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരും. ബേസിക്കലി ഷൂവിന് ബൗൺസിനെസ് കൂട്ടും. അപ്പോൾ അതേപോലെ എനർജി റിട്ടേൺ ഭയങ്കരമായിട്ട് കൂടും. അതായത് നിങ്ങൾ എത്ര ഫോഴ്സിലാണോ തറയിൽ ഇമ്പാക്റ്റ് കൊടുക്കുന്നത് അത്രയും ബൗൺസിനെസ് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുമ്പോൾ ആ ഒരു പുഷിൽ നമുക്ക് കുറച്ചും കൂടെ സ്പീഡിൽ ഓടാൻ പറ്റും എന്നുള്ളതാണ് കാർബൺ പ്ലേറ്റ് ഷൂസിൻ്റെ മെയിൻ പ്രത്യേകത. അത് ഈ ഷൂസ് നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ എക്സ്പീരിയൻസിന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ ഷൂവിലുണ്ടായിരുന്ന ഒരേ ഒരു നെഗറ്റീവ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു നാരോ ആയിട്ടുള്ള ഷൂ ആണിത്. കാരണം നമ്മുടെ കാലിന് ഇങ്ങനെ റാപ്പ് ചെയ്ത് വെക്കുന്ന ടൈപ്പ് ഫിറ്റാണ്. ചില ഷൂസിലത് നല്ലതാണ്. അഡിഡാസിൻ്റെ ഈ വോയ്സിലൊക്കെ നോക്കുവാണെങ്കിലും വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഫിറ്റാണ്. പക്ഷേ അത് കാരണം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ഭാഗം, അതായത് നമ്മുടെ ടോ വരുന്ന ഭാഗം അല്ലെങ്കിൽ തള്ളവിരൽ വരുന്ന ഭാഗം ഭയങ്കര ടൈറ്റ് ആവും. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കാലിൻ്റെ സൈസ് 8 ആണ്. ഇത് ഒരു 8 സൈസ് ഷൂ തന്നെയാണ്. പക്ഷേ റണ്ണ് തുടങ്ങുന്ന സമയത്ത് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. നമ്മൾ കുറേ ഓടി വരുമ്പോഴത്തേക്ക് വിരൽ ചെറുതായിട്ട് മടങ്ങി ടൈറ്റ് ആവുന്ന ഒരു ഇഷ്യൂ എനിക്കുണ്ടായിരുന്നു. അതെനിക്കൊന്നും കുറേ ഒരു റൈസ് ചെയ്ത ഇഷ്യൂ ആയതുകൊണ്ടാണ് പ്യൂമ ഈ ഡീവിയേറ്റ് നൈട്രോ 3നെ തന്നെ വൈഡ് വേർഷൻ, അതായത് കുറച്ചും കൂടെ വലിയ ടോപ്പ് ബോക്സ് ഉള്ള ഒരു വെർഷനൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് അഡ്വാൻറ്റേജസ് പറയാനാണെങ്കിൽ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ നല്ല ബൗൺസിനെസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഷൂ ആണ്. അതേപോലെ തന്നെ എനർജി റിട്ടേൺ ഉള്ളതാണ്. ഇതിനെല്ലാം പുറമെ നല്ല ഗ്രിപ്പാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഓൾമോസ്റ്റ് എല്ലാ സർഫസിലും, ഇപ്പോൾ നിങ്ങൾ ഗ്രാവലുള്ള ട്രാക്കിലോടാണെങ്കിലും മഴയത്തോടാണെങ്കിലും കുറച്ച് ചെളിയൊക്കെ പിടിച്ച റോഡിലോടാണെങ്കിലും ഇത് നല്ല ഗ്രിപ്പാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്കൊന്ന് ഈ പ്യൂമ ഗ്രിപ്പിൻ്റെ ഇത്രയും ഒരു സെക്ഷനാണ്. എലൈറ്റ് മോഡലിൽ ഇങ്ങനെ ഒരു ഗ്രിപ്പ് ഉള്ളതായിട്ട് എനിക്കറിയില്ല, പക്ഷേ നോർമൽ ഡീവിയേറ്റ് നൈട്രോയിൽ ഇതുണ്ട്. പിന്നെ ഈ കാണുന്ന പോലെ അത്യാവശ്യം നല്ല സ്റ്റാക്കായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഹീൽ സ്ട്രൈക്കൊക്കെ ചെയ്ത് ഓടുന്ന ആളാണെങ്കിൽ ആ ഒരു ബൗൺസ് നിങ്ങൾക്ക് കിട്ടും, ആ ഒരു എനർജി റിട്ടേൺ നിങ്ങൾക്ക് കിട്ടും. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഓവറോൾ ഒരു അടിപൊളി ഷൂ ആണ്. ഞാനിപ്പോൾ ഈ ഷൂവിൽ ഓൾമോസ്റ്റ് 350 കിലോമീറ്റർ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഈ 3 മിനിറ്റ് റീലിൽ നമുക്കതെല്ലാം പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് ഫോം വീഡിയോ ഞാൻ യൂട്യൂബ് ചാനൽ ഇടുന്നുണ്ടാവും. ഇട്ടതിന് ശേഷം ഷെയർ ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ റണ്ണിങ് കണ്ടൻറ്റും റണ്ണിങ് ഷൂ റിവ്യൂ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീഡിയോ നിങ്ങളുടെ റണ്ണിങ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.